ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ഒരു പാപവും ചെയ്തിട്ടില്ല, തിന്മയായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അനീതിയാണ് ലോകം ഈശോയോട് ചെയ്തത്. കുരിശിൽ മരിക്കാൻ തക്കതായ ഒന്നും അവനിൽ ഉണ്ടായിരുന്നില്ല. അനീതിയാണെന്നറിഞ്ഞിട്ടും അവനത് സ്വീകരിക്കുകയാണ്. കാരണം അതുവഴിയായി മാത്രമേ മറ്റുള്ളവർക്ക് നീതീകരണം ലഭിക്കുകയുള്ളൂ എന്ന് ഈശോ തിരിച്ചറിയുകയാണ്. ആരാണ് ഈശോയെ നീതിയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുക? പിതാവെന്ന നിലയിൽ യൗസപിതാവാണ് നീതിയെക്കുറിച്ച് ജീവിതത്തിലൂടെ തന്നെ പഠിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തനിക്ക് ലഭിക്കേണ്ട സ്വാഭാവികമായ നീതിയേക്കാൾ വലുതായി മറിയത്തിന് ലഭിക്കേണ്ട നീതിയെ യൗസപിതാവ് കണ്ടു. മറിയത്തിന് നീതി ലഭിക്കാനായിട്ട് തനിക്ക് ലഭിക്കേണ്ട സ്വാഭാവിക നീതിയെ അദ്ദേഹം ത്യജിക്കുകയാണ്. യൗസപിതാവിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടപ്പിലാക്കുന്ന, തൻ്റെ നീതിയേക്കാളും മറ്റുള്ളവരുടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വലിയ മാതൃക ഈശോ കണ്ടുപിടിക്കുകയാണ്. ആ പഠനമാണ് തൻ്റെ ജീവിതത്തിലേക്ക് ഈശോ പകർത്തുക. കുരിശുമരണം താൻ അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ഈശോ തൻ്റെ വളർത്തുപിതാവിൻ്റെ യൗസപിതാവിൻ്റെ മാർഗം പിന്തുടരുകയാണ്. യൗസപിതാവിനെ ഓർക്കുന്ന ഈ ദിവസം നമുക്ക് ചുറ്റുമുള്ളവർക്ക് നീതി നടപ്പിലാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം ഭരമേൽപ്പിച്ചവർക്കെല്ലാം അവർക്ക് അർഹമായ സ്നേഹവും പരിഗണനയും കരുതലും നൽകുമ്പോൾ നമ്മൾ നീതി പാലിക്കുന്നവരായിട്ട്, നീതിമാന്മാരായിട്ട് മാറുകയാണ്. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.